പാഠം 732. വേലിയിലെ പാമ്പ്. ആഹാ, റെഡിയായോ? എന്തെത്ര നേരത്തെ? പോകുന്ന വഴി ഉൽപ്ലാക്ഷൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കയറണം. ഉൽപ്ലാക്ഷൻ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഇന്ന് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മാവനോട് എഴുന്നേറ്റില്ലേ? കൊള്ളാം. ആള് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി. തിരിച്ചു വന്ന് ചായ കുടിച്ച് പത്രം വായിച്ചിട്ട് പുറത്തു പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. പുറത്തെവിടെ പോവാൻ? അമ്മാവും മോഹനടനെ പോലെ ഒന്നുമല്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞല്ലേ വന്നത്. ഇന്നലെ വൈകുന്നേരം കൊണ്ട് നാട്ടിലെ സകലരെ അമ്മാവും പരിചയപ്പെട്ടു കളഞ്ഞു. മോഹനയുടെ സ്വഭാവം നേരെ തിരിച്ചാണല്ലോ. ഒരാളോട് മിണ്ടൂരി. ആഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ പുറത്തിറങ്ങി. അമ്മാവൻ അതുപോലെ ഒന്നുമല്ല. നീ ഇത്ര നേരത്തെ ആഫീസിൽ പോകണം? ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണം അമ്മാവ. അമ്മാവൻ ഇന്നാണോ നാളെയാണോ പോകുന്നത്? അല്ല അതിപ്പം അല്ല അത് മോഹനയുടെ എന്തിനാ അതിൽ ഇത്ര വാശി പിടിക്കുന്നത്? അമ്മാവൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ ഇന്നലെ പറഞ്ഞതല്ലേ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങ. ഈ വേഷത്തിലോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഞങ്ങൾ പട്ടാളക്കാർ എവിടെ ചെന്നാലും ഈ വേഷമാണ് ധരിക്കുന്നത്. നിക്കറോ? പക്ഷെ ഇതൊരു നാട്ടിൻപുറമാണ്. ഇവിടെ എങ്ങനെ ഇതുപോലുള്ള നിക്കറിന്നിട്ട് നടക്കാൻ പറ്റില്ല. നീ ഇങ്ങനൊരു പഴഞ്ചനായി പോയില്ല മോഹനകൃഷ്ണ. കഷ്ടം. ഞാൻ എന്തായാലും ഈ വേഷത്തിലാ പുറത്തു പോകുന്നത്. ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല. ഫേസ്ബുക്ക് ഒന്ന് നോക്കണം. ഫേസ്ബുക്കോ? ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ. ഞാൻ പങ്കജാക്ഷനാ. അരിക്കണ നടത്തുന്ന പങ്കജാക്ഷനല്ലേ? എന്താ പങ്കജാക്ഷ? സാറിന്റെ ഒരു അമ്മാവൻ അവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്നലെ വൈകിട്ട് മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന എന്റെ കെട്ടിയോളെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊഞ്ചി സാറിന്റെ അമ്മാവൻ. ഇന്നലെ രാത്രി തന്നെ ആളെ കണ്ടുപിടിച്ച് കൈയും കാലും തല്ലി ഓടിക്കാനിരുന്നതാ ഞാൻ. അപ്പോഴാണ് അറിയുന്നത് അത് സാറിന്റെ അമ്മാവനാണെന്ന്. സാറിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് ക്ഷമിച്ചു. ഇനി മേലിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അയാളുടെ നട്ടല് ചവിട്ടി ഓടിക്കും ഞാൻ. പറഞ്ഞേക്ക്. പിന്നെ ഹലോ അമ്മാവനെ, ഒരു സുഖം. ഹലോ, നാണക്കേടായല്ലോ സാറേ. സാറേ, നമസ്കാരമുണ്ട് സാറേ. പിന്നെ സാറിന്റെ അമ്മാമൻ രാവിലെ എവിടേക്കാണ് പോയത്? ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചായ കുടിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. സാറേ, അത് വിശ്വസിക്കരുത്. സാറിന്റെ മുഖത്ത് നോക്കി ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് ദേഷ്യം തോന്നരുത്. എന്താ? സാറിന്റെ അമ്മാവൻ ഒരു ഒന്നാം തരം വായി നോക്കിയാണ്. ഇന്നലെ വൈകിട്ട് ഒരു 5-5:30 മണിയായപ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ട് കയറി വന്നു. അവിടെ ഇരുന്നവരോടെല്ലാം കെ മോഹനയുടെ സാറിന്റെ അമ്മാവനാണെന്ന് പരിചയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഒരു ഗ്ലാസ് ചായയുമായി പുറത്തേക്ക് ഇറങ്ങി. ചായക്കരയുടെ മുൻവശത്ത് ബസ് സ്റ്റോപ്പല്ലേ, അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ സകല പെണ്ണുങ്ങളെയും കണ്ണു മിഴിച്ച് ഇങ്ങനെ നോക്കി നിന്ന്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന വഴി ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന പെൺപിള്ളേരെ കണ്ടു. അവരോടൊന്നും ഒരു കാര്യമില്ലാതെ വഴിയിൽ നിന്ന് ഭയങ്കര ശൃംഗാരം. ചെറുപ്പക്കാര് പയ്യന്മാര് പലരും നോട്ടമിട്ടെന്നാണ് പറയുന്നത്. പിന്നെ കെ മോഹനയുടെ സാറിന്റെ അമ്മാവനാണെന്നുള്ളത് കൊണ്ട് മാത്രം വെറുതെ വിട്ടു. ഈ അമ്മാവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പായല്ലോ ഉത്തമ. കുറച്ചു മുമ്പ് അരിമിൽ നടത്തുന്ന പങ്കജാക്ഷ എന്നെ വിളിച്ചു. അമ്മാവനെ കൈവയ്ക്കുന്നു പറഞ്ഞതേ ഉള്ളൂ. കണ്ട സാറേ, ഒന്നുകിൽ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു പോകാൻ പറയണം. അല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. സാറാണ് നാറാൻ പോകുന്നത്. ഞാനേ ഈ മോഹനയുടെ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആഫീസിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ അമ്മാവന്റെ കാര്യം പറയാനൊന്നുമല്ല. അമ്മാവൻ ഇന്നലെ ഒന്നേലേ ഉള്ളൂ. അതിനിടയില് അമ്മാവനെ കാണാനോ സംസാരിക്കാനോ ഒന്നും ഉത്തമന് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉത്തമനോട് വന്നത് അമ്മാവനെ കാണാനായിരിക്കും എന്നാണല്ലോ നീ കരുതിയിരിക്കുന്നത്. ഞാനൊന്നും കരുതിയില്ലെന്ന്. അല്ലല്ലോ, അമ്മാവൻ വന്ന് പിന്നെ ഈ വീടിനൊരു ജീവൻ വെച്ചു. അമ്മാവനൊരു സംഭവം തന്നെ ഉത്തമ. അതെ, അമ്മാവൻ ഭയങ്കര സംഭവമാ. മോഹനേട്ടൻ അമ്മാവനെ തിരിച്ചു പറഞ്ഞേക്കും ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ സമ്മതിക്കോ?
ഇവിടെ ഉത്തമ ഭാമ അമ്മാവന്റെ പക്ഷത്താ. അവക്കറിയില്ലല്ലോ അമ്മാവന്റെ തനി സ്വഭാവം. അത് പറഞ്ഞാൽ എന്റെ മാനവും പോവും. എന്റെ അമ്മാവൻ ഇത്തരക്കാരനാണെന്ന് പറഞ്ഞ് ഈ ജന്മം മുഴുവനെ കളിയാക്കും. ചുരുക്കി പറഞ്ഞ സാറ് പെട്ടു. സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ശിശുപാലൻ ചേട്ടാ, സമയം 10 കഴിഞ്ഞല്ലോ. പ്രഭ എന്താ താമസിക്കുന്നേ? അതറിയില്ല കാഞ്ചന സാറേ. സാധാരണ രീതിയിൽ വൈകിയാൽ പ്രൊഫസർ വിളിച്ചു പറയുന്നതാ. എന്നെ വിളിച്ചില്ല. കാഞ്ചന സാറിനെ വിളിച്ചിരുന്നോ? ഇല്ല. കളക്ടറേറ്റിലേക്ക് അയക്കേണ്ട ഫയലിന്റെ ജോലി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ തീർക്കണമെന്ന് ഇന്നലെ മോനീഷ് സാർ പറഞ്ഞതാ. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ വന്ന് ഫയലിന്റെ പണി തീർക്കാന്ന് പറഞ്ഞിട്ടാ ഇന്നലെ പ്രഭ പോയത്. ഇനി എന്ത് പറ്റിയോ എന്തോ. പ്രൊഫസറിന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ കാഞ്ചന സാറേ? ശിശുപാല, സ്വയംപ്രഭ എവിടെ? പ്രൊഫസർ വന്നില്ല. വന്നില്ലേ? കാരണം അറിയില്ല സാർ. ഞങ്ങള് സ്വയംപ്രഭ സാറിന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കളക്ടറേറ്റിലേക്ക് അയക്കേണ്ട ഫയലിന്റെ ജോലി തീർക്കാൻ ഇന്ന് കാലത്ത് നേരത്തെ വരാന്ന് പറഞ്ഞിട്ടാ പ്രഭ ഇന്നലെ പോയത്. പിന്നെ എന്ത് പറ്റിയോ എന്തോ. എന്തു പറ്റാൻ? നിങ്ങളെപ്പോലുള്ളവർക്ക് സ്വന്തം കാര്യം കഴിഞ്ഞല്ലേ ആഫീസ് കാര്യമൊക്കെ ഉള്ളൂ. എന്നിട്ട് താമസം നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ന്യായം പറയുക. പക്ഷെ ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. ഇന്ന് സ്വയംപ്രഭ ഇങ്ങോട്ട് വരട്ടെ. എന്നെ കണ്ടിട്ടേ ഒപ്പിടാവൂ എന്ന് പറയണം. സാർ, ആ എത്തിയല്ലോ. സ്വയംപ്രഭ കൃത്യം 5 മിനിറ്റ് വൈകി. ഒരു ദിവസം 5 മിനിറ്റ് വെച്ച് 24 ദിവസമാകുമ്പോൾ അത് 120 മിനിറ്റ് ആകും. അതായത് ഒരു മാസം എല്ലാ ദിവസവും ഇങ്ങനെ വൈകി വന്നാൽ സ്വയംപ്രഭ ആകെ 2 മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്താറുള്ളത് എന്നാണ്. വൈകി വരുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ല. അതുകൊണ്ട് ഇന്നത്തെ പകുതി ശമ്പളം സ്വയംപ്രഭയ്ക്ക് പോയിരിക്കും. സാർ, ഞാൻ വൈകിയത് എന്താണെന്ന് സാർ ചോദിച്ചില്ല. അത് എന്റെ പ്രശ്നമല്ല. അത് സാറിന്റെ പ്രശ്നം അല്ലായിരിക്കും. പക്ഷേ അത് സാറിന്റെ അമ്മാവന്റെ പ്രശ്നമാണ്. അമ്മാവന്റെ? അതെ, എന്റെ ശിശുപാലൻ ചേട്ടാ, ഇന്ന് 1/2 മണിക്കൂർ നേരത്തെ വരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് സാറിന്റെ പട്ടാളക്കാരെ അമ്മാവൻ കൈ കാണിച്ചു. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ഞാൻ വണ്ടി നിർത്തി. എന്നോട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ വാതോരാതെ ഓരോന്നും പറഞ്ഞു തുടങ്ങി. പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്നത് നല്ലതാണ്, പുള്ളിക്കാരൻ എന്നെ ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ ഡയലോഗ്. ഒന്ന് കയറ്റി ജംഗ്ഷനിൽ വിടാവോന്ന് ചോദിച്ചപ്പോ ഗതികേടോണ്ട് ഞാൻ സമ്മതിച്ചു. വണ്ടിയുടെ പിറകിലും കയറിയ സാറിന്റെ അമ്മാവനല്ലേ, മാന്യനായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്റെ ശിശുപാലൻ ചേട്ടാ, പിന്നത്തെ കാര്യമൊന്നും പറയണ്ട. ആദ്യം കൃഷ്ണൻകുടി ചേട്ടന്റെ ചായക്കട വരെ വണ്ടി ഓടിച്ചു. അവിടെ ചെന്നപ്പോ പറഞ്ഞു പുഷ്കരന്റെ ബേക്കറി പോണോ. അതും കഴിഞ്ഞ് പോരല്ലോ, അമ്മാവൻ പറഞ്ഞതും ചെയ്തതൊക്കെ മുഴുവൻ പറയട്ടെ സാറേ. ഒപ്പിട്ടോളൂ. അമ്മാവന്റെ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. എന്താ സംഭവിച്ച പ്രഭേ? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഉണ്ട്, ഞാനൊക്കെ പറയാൻ കഴിഞ്ഞു സാറേ. ഹലോ. ആ ഉത്തമ, ഞാനാ. എന്ത് സാറേ? ഇനി സഹിക്കാൻ പറ്റില്ല. അമ്മാവൻ കളിച്ച് കളിച്ച് വലിയ ആഫീസർ കയറി കളി തുടങ്ങി. ഓ, എന്ത് പറ്റി സാറേ? ആഫീസിലേക്ക് വരുന്ന വഴി സ്വയംപ്രഭയെ തടഞ്ഞു നിർത്തി സ്കൂട്ടറിന്റെ പിറകെ കയറി. ഒയ്യോ, എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. സ്വയംപ്രഭ അതും പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറുക. സാറേ, സംഗതി കൈവിട്ട് പോവുകയാണ്. അമ്മാവ് ഒരാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സാറ് കാശിക്ക് പോവേണ്ടി വരും. അതെ, ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എങ്ങനെ? ഉച്ചയ്ക്ക് ഊണിന് സമയത്ത് ഞാൻ ഇവിടെ ഇറങ്ങാം. ആ, ഉത്തമൻ എങ്ങനെയെങ്കിലും അമ്മാവനെ വിളിച്ചിട്ട് വരണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. വേറെ ആരും കാണാത്തൊരു സ്ഥലം നോക്കിയാൽ മതി. ഞാനൊരു 1 മണിയാകുമ്പോൾ ഉത്തമനെ വിളിക്കാം. അപ്പൊ സ്ഥലം പറഞ്ഞാൽ മതി. ശരി, അത് ഞാൻ ഏറ്റു സാറേ.
ശരി, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുണ്ട് കാര്യം. എന്താ ഉത്തമ ഇവിടെ പരിപാടി? ആരെയാ കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. കേശുമ്മ ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ നിൽക്ക്. അമ്മാവനെ കാണാനുള്ള ആൾ ഇപ്പൊ വരും. ദേ മണി 1 ഈ സമയത്ത് ആ കോളേജ് വരെ പോയി നിന്നാ നല്ല രസമായിരിക്കും. ഇവിടെ എന്നിട്ട് എന്താ കാര്യം? എനിക്ക് മനസ്സിലായി. 1 മണി കഴിയുമ്പോ കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ കഴിക്കാനോ ഒക്കെ റോഡിലേക്ക് വരും. കോളേജിന്റെ എതിർവശത്തുള്ള യൂസഫിന്റെ ഐസ്ക്രീം കടയില് ഒരു 10-30 പെണ്ണുങ്ങളെങ്കിലും കാണും. ആ നേരത്തെ അവിടെ കയറി വന്ന് മുട്ടി ഉരുമി നടക്കാനൊക്കെ ഭയങ്കര രസമാണല്ലേ. നമ്മളാണെങ്കിൽ കിഴക്കയിൽ ഒരു നേരം പോക്ക്. മോഹനകൃഷ്ണൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, മണ്ടൻ. ഇത്രയ്ക്ക് സൂക്കടാണെന്നുണ്ട് പിന്നെ ഒരു പെണ്ണ് കിട്ടാത്തത്. കല്യാണം കഴിച്ചെങ്കിൽ ഇങ്ങനെ ഈ ബസ് സ്റ്റോപ്പിലും ഐസ്ക്രീം പാർലറിലും ഒക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരൂലായിരുന്നല്ലോ. അതൊന്നും പറയാതിരിക്കാ ഉത്തമ നല്ലത്. പട്ടാളത്ത് ജോലി കിട്ടി ഞാനങ്ങ് പോയല്ലോ. ആദ്യത്തെ ലീവിന് വന്നപ്പോ കല്യാണം കഴിക്കാൻ പരിപാടി ഇട്ടതാ. ഒരു കല്യാണം ഉറപ്പിച്ചു. അപ്പോഴേക്കും അതിർത്തിയിൽ ടിഷ്യൂ 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 യുദ്ധം വന്നു. ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്നു. അതിർത്തിയിൽ യുദ്ധം നടന്നില്ലായിരുന്നേ കല്യാണം നടന്നല്ലേ. അപ്പോ യുദ്ധം ഇവിടെ ആകുമായിരുന്നു. സത്യത്തിലെ അതിർത്തിയിലെ യുദ്ധമാ നല്ലത്. പാകിസ്ഥാൻ കാണിക്കുന്ന ദയൊന്നും സ്വന്തം പെണ്ണുമ്പിള്ള കാണിക്കൂല. ഇതല്ലേ എന്റെ പൊന്നമ്മോ സ്വഭാവം. മോഹനകൃഷ്ണല്ലേ ആ വരുന്നത്? അവനെന്താ ഈ നേരത്ത്? എന്താണെന്തോ എനിക്കറിഞ്ഞൂടാ. നീ എന്താ മോഹനകൃഷ്ണ ഈ നേരത്ത്? ആഫീസ് ജോലിയൊന്നുമില്ലേ? ജോലിയുണ്ട്, പക്ഷെ അമ്മാവനൊരു അപകടം ഉണ്ടാകാൻ പോകുമ്പോ ഞാൻ ആഫീസിൽ ജോലി കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? അപകടമോ? എനിക്കോ? അതെ, ഞാൻ ഭാമയെ പറ്റിയുള്ള സത്യം അമ്മാവന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാനത് പറയാറുണ്ട്. എന്താ കാര്യം? എന്താടാ കാര്യം? ഒന്നേ ഞാനീ പറയാൻ പോകുന്നത് അമ്മാവൻ മറ്റാരോടും പറയണേ. നമ്മൾ രണ്ടുപേരും ഇതറിയാവും. ഈ സത്യം പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ കാര്യം പറ മോഹനകൃഷ്ണ. എന്റെ ഭാമയ്ക്ക് അവള് രോഗിയാണ്. എന്ത് രോഗം? പറഞ്ഞോ. ഒരു പ്രത്യേകതരം മാനസിക രോഗം. ഭ്രാന്തോ? ചില പ്രത്യേക സമയങ്ങളിൽ ചിലരോട് അവൾക്ക് ദേഷ്യം തോന്നും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ദേഷ്യം തോന്നും. ദേഷ്യം തോന്നി പിന്നെ എങ്ങനെയും അയാളെ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ലോകത്ത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു മാരക രോഗമാണത്. ഇന്ത്യയിൽ ഇതുവരെ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അതെ അതെ, ഇതിനു മുമ്പ് വേറെ ആൾക്കുണ്ടായിരുന്നു. അതങ്ങ് അഫ്ഗാനിസ്ഥാനിലോ. പേര് മീനാക്ഷി, അത്ത നക്ഷത്രം. പിന്നെ അർജന്റീനയിലുള്ള ഒരു പങ്കയാക്ഷി. അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഒരിക്കൽ ഭാമയ്ക്ക് അവളുടെ എതിരാളിയായ ഒരു വക്കീലിനോട് ദേഷ്യം തോന്നി. ഒരു ദിവസം ആരും അറിയാതെ കോടതിയുടെ മുന്നിൽ വെച്ച് ഭാമ അയാളെ വണ്ടി ഇടിച്ചു കൊന്നു. ഞെട്ടിയില്ലേ ബാടച്ചോ? അതൊരു സാധാ അപകട മരണമാണെന്ന് എല്ലാവരും കരുതി. സത്യത്തിൽ അതൊരു കൊലപാതകമായി. സത്യമാണോ പറയുന്നത്? ഞാൻ എന്റെ ഭാമയെ പറ്റി കള്ളം പറയൂ അമ്മാവ. ആ വക്കലിനെ കൊന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ അസുഖമൊന്നും ഇല്ലായിരിക്കായിരുന്നു. ഇന്നാണ് വീണ്ടും ആ അസുഖം ഉണ്ടാവുന്നത്. ഇന്നോ? കുറച്ചു മുമ്പ് വില്ലേജ് ഫോൺ ചെയ്ത് അവൾ എന്നോട് പറഞ്ഞു, അമ്മാവനോട് അവൾക്ക് എന്തോ പ്രത്യേക തരത്തിലുള്ള ദേഷ്യമാണ്. എന്നോടോ? അതെ, അത് കേട്ടപ്പോഴേ എനിക്ക് അപകടം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഉത്തമനെ വിളിച്ച് അമ്മാവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറഞ്ഞത്. ഓ ഈശ്വരാ, ഇനി ഒരിക്കൽ കൂടി അമ്മാവൻ ഭാമയുടെ കൺമുന്നിൽ പെട്ടാൽ പെട്രോൾ ഒഴിച്ച് അമ്മാവനെ കത്തിക്കാനാണ് അവളുടെ പരിപാടി.
അമ്മാവ ഇനി ഒരു നിമിഷം കൂടി അമ്മാവ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മാവന്റെ പ്രാണനും പോവും, വക്കീല് ജയിലിലും പോവും. അയ്യോ, എന്താ വേണ്ടതെന്ന് അമ്മാവൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐസ്ക്രീം പാർലറും ബസ് സ്റ്റോപ്പിലും ഒക്കെ ചെന്ന് നിന്ന് വായി നോക്കാനുള്ള കൊതിയൊന്നും തീർന്ന് കാണൂലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവൻ കിടക്കുന്നതല്ലേ നല്ലത്. ഉയിരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാം. അങ്ങോട്ടോടാ. അമ്മാവൻ അയാളമ്മാവ പോയി പോയി പോയി. ഇതോ എവിടെ എത്തി. അയ്യോ, ഏറ്റെന്നാണ് തോന്നുന്നത്. ഹലോ, ആ ഗോപി, ഇത് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? ഇതെവിടായിരുന്നു? ഓ ഗോപി ഓരോ സമയത്തും ഓരോ ന്യായങ്ങളാണ് പറയുന്നത്. ഇത്തവണ സ്കൂട്ടർ നന്നാക്കിയതിനു ശേഷമാണ് ഈ പ്രശ്നം. അതിനൊട്ട് മൈലേജ് ഇല്ലെന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പെട്രോളിന് ഇപ്പൊ എന്താ വില എന്നറിയാലോ. വെറുതെ പെട്രോൾ കത്തിക്കാൻ പറ്റുമോ? ഓ, പെട്രോളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ? ഗോപി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്കറിയാത്ത മറ്റൊരു മുഖമുണ്ട് എനിക്ക്. എന്നെ കൊണ്ട് അത് എടുപ്പിക്കരുത്. കൊലപാതകം അപകടവും അപകടം ആത്മഹത്യമാക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. ഓടി പോലും പിന്നെ കാണില്ല. വേണ്ട. എനിക്കെന്തെങ്കിലും പറ്റിയ വിശാലും മേരിക്കുട്ടിയൊക്കെ ചങ്കുപൊട്ടി ചാകും. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ പാടില്ല. ഓ, ജീവിതമാണ് വലുത്. ഓ, ജീവൻ വച്ചുള്ള ഒരു കളിക്കും ഞാനില്ല. അയ്യോ ഈശ്വര, ഒന്നും വരുത്തരുതേ. അമ്മാവ, ഈശ്വര വന്നു. അമ്മാവനിത് എവിടെ പോകുന്നു? അല്ല, ഞാൻ പോവാ. പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? മോഹനോട് പറയാതെ പോയത് ശരിയാവില്ല അമ്മാവ. ഇവിടെ നിന്നാൽ എന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്ക് മനസ്സിലായി മോളെ. അമ്മാവ നിക്ക്. അയ്യോ, പറയട്ടെ, അമ്മാവനിപ്പൊ പോയ ശരിയാവില്ല. എനിക്ക് പോയേ പറ്റൂ. ഇനി ഇവിടെ സംഗതി കുഴപ്പമാ. ആമേ, നീ മാറി, ഞാൻ പോട്ട്. അമ്മാവനിപ്പോ പോയിട്ട് മോഹൻ വരുമ്പോ ഞാൻ എന്താ മറുപടി പറയാ? മോഹനകൃഷ്ണൻ വരുമ്പോ നീ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അവന് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ എന്റെ ഈശ്വര, ഈ കുഴപ്പം പിടിച്ച അവസരമാണല്ലോ ഞാൻ വന്ന് പെട്ടത്. അമ്മാവ ഇപ്പൊ മണി 1:45 കൃത്യം 5:30 ആകുമ്പോഴേക്ക് മോഹനോട് എത്തും. അത് കഴിയുമ്പോ അമ്മാവന് പോവാലോ. അതുവരെ കാത്തിരുന്നാ ഞാൻ പോകുന്നതേ അങ്ങ് പരലോകത്തിലേക്കായിരിക്കും. സത്യവാമേ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണേ. അയ്യോ, അയ്യോ, ഇവിടുത്തെ കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എന്റെ ദൈവമേ, ഒന്നിലെങ്ങാനും ചെന്ന് വിട്ട. അയ്യോ, ഒന്ന് വലിച്ചു കീറിയനെ. അയ്യോ, മോഹനകൃഷ്ണൻ. അയ്യോ, അയ്യോ അമ്മാവ പോകരുതേ. അയ്യോ അമ്മാവ പോകരുതേ. എന്റെ വീട്ടിൽ ഒരാഴ്ച നിന്നിട്ട് പോകൂ. ആ ശിശുപാൽ ചേട്ടാ, ഞാനാ സത്യഭാമ. മോഹനോട് ഒന്ന് ഫോൺ കൊടുക്കാമോ? ഇല്ലേ, എവിടെ പോയി? ആണോ? പക്ഷെ താലൂക്ക് ഓഫീസ് പോണ എന്നോട് പറയണ്ടായിരുന്നല്ലോ. ഓ ഓ ശരി. എന്റെ ഈശ്വര, അമ്മാവും പോയ കാര്യം അറിയുമ്പോ മോഹനോട് ഇന്ന് എന്നോട് ദേഷ്യപ്പെടും. എന്തൊരു കട്ടോ നോക്കണേ. ഞാനിപ്പോ ഓഫീസിലേക്ക് വിളിച്ചേ ഉള്ളൂ. അപ്പൊ ശിശുപാലിനോട് പറഞ്ഞു മോഹനോട് താലൂക്ക് ഓഫീസിലേക്ക് വന്ന്. ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ തോന്നി വെറുതെ ഇവിടെ വരെ വന്ന് എന്റെ പൊന്നമ്മവൻ എന്ത് ചെയ്യണല്ലോ എന്ന് നോക്കാമല്ലോ എന്ന് കരുതി. അമ്മാവനൂടെ പാമേ? അമ്മാവാ. അമ്മാവൻ പോയി മോനോട്ടാ. ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. അമ്മാവൻ പോയ കാര്യം പറയാനാ ഞാൻ ഫോൺ ചെയ്തത്. അമ്മാവൻ പോയോ? അതെന്തുപറ്റി? എനിക്ക് അറിഞ്ഞൂടെ മോനേട്ടാ. പുറത്തു പോയ അമ്മാവൻ എപ്പോഴാ തിരിച്ചു വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി നോക്കുമ്പോ തുണിയെല്ലാം എടുത്ത് ബാഗിലോട്ട് വെച്ചോണ്ടിരിക്കുക. എന്താന്ന് ചോദിച്ചപ്പോ പോവാണ് എന്ന് മാത്രം പറഞ്ഞു. മോനോട്ടോട് പറഞ്ഞിട്ട് പോകാൻ ഞാൻ ആകുന്നു പറഞ്ഞത്. അമ്മാവൻ പക്ഷെ അത് കേട്ടില്ല. അതെന്താ സംഭവം? അമ്മാവൻ അങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. സത്യയുടെ ഒരു കാരണമില്ല മോനോട്ടാ. സാരമില്ല, പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും. അമ്മാവൻ പോട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ നമ്മള് രണ്ടുപേരും മാത്രമായി.
അതാ ഭാമേ നല്ലത്. നമ്മൾ രണ്ടുപേരും മാത്രം മതി. എന്തായാലും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മാവനെ നാട് കടത്താനുള്ള മോഹനകൃഷ്ണന്റെ വിദ്യ ഫലം കണ്ടു. ഇനിയെങ്കിലും ഇത്തരം കുരിശുകളെ കൈനീട്ടി സ്വീകരിക്കുന്നത് വില്ലേജ് ഓഫീസർ അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യാനുസാരം തുടരുന്നു.